ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് വാൽമീകി രാമായണം ബാലകാണ്ഡം 18-ാമത്തെ സർഗം. ശ്ലോകങ്ങൾ 20 മുതൽ 24 കൂടി. ബ്രാഹ്മണേഭ്യോ ദദൗ വിത്തം ഗോധനാനി സഹസ്രശഃ അതീത്യൈകാദശാഹം തു നാമകർമ്മ തഥാ കരോത്. ബ്രാഹ്മണേഭ്യോ ദദൗ വിത്തം ഗോധനാനി സഹസ്രശഃ അതീത്യൈകാദശാഹം തു നാമകർമ്മ തഥാ കരോത്. ബ്രാഹ്മണേഭ്യഃ ബ്രാഹ്മണന്മാർക്ക് ദദൗ നൽകി, വിത്തം ധനം, ഗോധനാനി പശുക്കള്, സഹസ്രശഃ ആയിരക്കണക്കിന്. അതായത് രാജാവ് ബ്രാഹ്മണന്മാർക്ക് ധനവും ആയിരക്കണക്കിന് പശുക്കളും ദാനം ചെയ്തു. അതീത്യൈകാദശാഹം തു നാമകർമ്മ തഥാ കരോത്. അതീത്യ അതിനുശേഷം, കഴിഞ്ഞ ശേഷം, ഏകാദശാഹം 11-ാം ദിവസം, തു എന്നാൽ നാമകർമ്മം പേരിടൽ ചടങ്ങ്, തഥാ അകരോത് അങ്ങനെ ചെയ്തു. അതായത് 11-ാം ദിവസം കഴിഞ്ഞപ്പോൾ പേരിടൽ ചടങ്ങ് നടത്തി. ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകയീസുതം സൗമിത്രിം ലക്ഷ്മണമിതി ശത്രുഘ്നമപരം തഥാ വസിഷ്ഠഃ പരമപ്രീതഃ നാമാനി കൃതവാംസ്തദാ. ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകയീസുതം സൗമിത്രിം ലക്ഷ്മണമിതി ശത്രുഘ്നമപരം തഥാ വസിഷ്ഠഃ പരമപ്രീതഃ നാമാനി കൃതവാംസ്തദാ. ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകയീസുതം. ജ്യേഷ്ഠം മൂത്തവനെ രാമം രാമൻ, മഹാത്മാനം മഹാത്മാവായ, ഭരതം ഭരതൻ, കൈകയീസുതം കൈകയിയുടെ മകൻ. അതായത് മൂത്തവനെ മഹാത്മാവായ രാമനെന്നും കൈകയിയുടെ മകനെ ഭരതനെന്നും വിളിച്ചു. സൗമിത്രിം ലക്ഷ്മണമിതി ശത്രുഘ്നമപരം തഥാ. സൗമിത്രി സുമിത്രയുടെ മകൻ, ലക്ഷ്മണം ലക്ഷ്മണൻ, ഇതി എന്ന്, ശത്രുഘ്നൻ അപരം മറ്റേയാള്, തഥാ അങ്ങനെ. അതായത് സൗമിത്രിയുടെ മകനെ സുമിത്രയുടെ മകനെ ലക്ഷ്മണനെന്നും മറ്റേയാളെ ശത്രുഘ്നെന്നും പേരിട്ടു. വസിഷ്ഠഃ പരമപ്രീതഃ നാമാനി കൃതവാംസ്തദാ. വസിഷ്ഠ മഹർഷി പരമപ്രീതഃ വളരെ സന്തോഷത്തോടെ നാമാനി പേരുകള് കൃതവാൻ നിർണയിച്ചു. തഥാ അപ്പോഴ് സന്തോഷത്തോടെ വസിഷ്ഠ മഹർഷി പേരുകളൊക്കെ നൽകി. ബ്രാഹ്മണാൻ ഭോജയാമാസ പൗരജാനപദാനപി അദദാത് ബ്രാഹ്മണാനാം ച രത്നൗഖമമിദം ബഹു തേഷാം ജന്മക്രിയാദീനി സർവകർമാണ്യകാരയത്. ബ്രാഹ്മണാൻ ഭോജയാമാസ പൗരജാനപദാനപി അദദാത് ബ്രാഹ്മണാനാം ച രത്നൗഖമമിദം ബഹു തേഷാം ജന്മക്രിയാദീനി സർവകർമാണ്യകാരയത്. ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണാൻ ഭോജയാമാസ പൗരജാനപദാനപി. ബ്രാഹ്മണന്മാരെ ഭോജയാമാസ ഭക്ഷിപ്പിച്ചു. പൗര നഗരവാസികൾ, ജനപദാൻ ഗ്രാമവാസികൾ, അഭി കൂടാതെ. അതായത് ബ്രാഹ്മണന്മാരെയും നഗരവാസികളെയും ഭക്ഷണം കൊടുത്തു. അദദാത് ബ്രാഹ്മണാനാം ച രത്നൗഖമമിദം ബഹു. അദദാത് നൽകി, ബ്രാഹ്മണാനാം ബ്രാഹ്മണന്മാർക്ക്, രത്നൗഖം രത്നങ്ങളുടെ സമുച്ഛായം, അമിതം അളവില്ലാത്ത രത്നങ്ങൾ നൽകി. ബഹു വളരെയധികം. അതായത് ബ്രാഹ്മണന്മാർക്ക്
അനവധി രത്നങ്ങളും നൽകി. തേഷാം ജന്മക്രിയാദീനി സർവകർമ്മണ്യകാരയത്. തേഷാം അവരുടെ ജന്മക്രിയ ജനന ചടങ്ങുകൾ, അദീനി ആദീനി തുടങ്ങിയവ, സർവകർമാണി എല്ലാ ചടങ്ങുകളും അകാരയത് നടത്തിച്ചു. അതായത് അവരുടെ എല്ലാ ജനന ചടങ്ങുകളും നിർവഹിച്ചു. തേഷാം കേതുരിവ ജ്യേഷ്ഠഃ രാമോ രതികരഃ പിതുഹു. തേഷാം അവരില് ജ്യേഷ്ഠഃ മൂത്തവൻ, രാമഃ രാമൻ, രതികരഃ സന്തോഷം നൽകുന്ന, പിതുഹു പിതാവിന്. അതായത് മൂത്തവനായിട്ടുള്ള മകൻ രാമൻ എല്ലാവർക്കും ഒരു പതാക പോലെ, അതായത് എല്ലാവർക്കും പ്രശസ്തനും പിതാവിന് വളരെ പ്രിയങ്കരനുമായിരുന്നു. ബഭൂവ ഭൂയഃ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മതഃ. ബഭൂവ ആയി, ഭൂയഃ കൂടുതൽ, ഭൂതാനാം സകല ജീവികൾക്കും, സ്വയം തന്നെ, ഭൂരിവ ഭൂമി പോലെ, സമ്മതഃ പ്രിയപ്പെട്ട, അതായത് അവന് ഭൂമി പോലെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. 23-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. തേഷാം കേതുരിവ ശ്രേഷ്ഠഃ. മൂത്തവനായിട്ടുള്ള രാമൻ എല്ലാവർക്കും ഒരു പതാക പോലെ, അതായത് പ്രശസ്തനും പിതാവിന് ഏറ്റവും പ്രിയങ്കരനുമായിരുന്നു. ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മതഃ. അവൻ ഭൂമി പോലെ എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്നു. തേഷാം കേതുരിവ ജ്യേഷ്ഠഃ രാമോ രതികരഃ പിതുഹു. ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയം ഭൂരിവ സമ്മതഃ. അടുത്ത ശ്ലോകം. സർവേ വേദവിദഃശൂരാഃ സർവേ ലോകഹിതേ രതാഃ സർവേ ജ്ഞാനോപപന്നാശ്ച സർവേ സമുദിതാ ഗുണൈഃ. സർവേ വേദവിദഃ ശൂരാഃ സർവേ ലോകഹിതേ രതാഃ. സർവേ എല്ലാവരും, വേദവിദഃ വേദജ്ഞന്മാര്, ശൂരാഹ ധീരന്മാര്, ലോകഹിതേ ലോകത്തിന്റെ നന്മയില്, രതാഹ ആസക്തരായ, അതായത് അവരൊക്കെയും വേദജ്ഞരും ധീരന്മാരും ലോകനന്മയില് താല്പര്യമുള്ളവരും ആയിരുന്നു. സർവേ ജ്ഞാനോപപന്നാശ്ച സർവേ സമുദിതാ ഗുണൈഃ. അതായത് സർവേ എല്ലാവരും, ജ്ഞാനോപപന്നാഹ ജ്ഞാനത്തോടെ ജ്ഞാനസമ്പന്നരായിരുന്നു. ച കൂടാതെ, സർവേ എല്ലാവരും, സമുദിത നിറഞ്ഞ, ഗുണേ ഗുണങ്ങളാൽ അവരൊക്കെയും ജ്ഞാനവും സകല ഗുണങ്ങളും നിറഞ്ഞവരായിരുന്നു. അതായത് രാജാവ് തൻ്റെ പുത്രന്മാരുടെ ജനനശേഷം ബ്രാഹ്മണന്മാർക്ക് ധനം, പശു, രത്നങ്ങൾ എന്നിവയൊക്കെ ധാരാളമായിട്ട് ദാനം ചെയ്തു. 11-ാം ദിവസം വസിഷ്ഠ മഹർഷി സന്തോഷത്തോടെ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പേരുകൾ നൽകി. രാജാവ് എല്ലാവർക്കും ഭക്ഷണം നൽകി ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടത്തി. അവരില് രാമൻ ഏറ്റവും ശ്രേഷ്ഠനും പിതാവിന് ഏറ്റവും പ്രിയങ്കരനും ലോകത്തിന്റെ എല്ലാ ആൾക്കാർക്കും വളരെ പ്രിയപ്പെട്ടവനുമായിട്ട് വളർന്നു. അങ്ങനെ 4 പേരും വേദജ്ഞരും ധീരരും സകല ഗുണങ്ങളാലും സമ്പന്നന്മാരും ആയിരുന്നു. ഒന്നുകൂടി നമുക്ക് പാരായണം ചെയ്യാം. 20 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ. ബ്രാഹ്മണേഭ്യോ ദദൗ വിത്തം ഗോധനാനി സഹസ്രശഃ അതീതൈകാദശാകം തു നാമകർമ്മ തഥാ കരോത്. ജ്യേഷ്ഠം രാമം മഹാത്മാനം ഭരതം കൈകയീസുതം സൗമിത്രിം ലക്ഷ്മണമിതി ശത്രുഘ്നമപരം തഥാ. വസിഷ്ഠഃ പരമപ്രീതഃ നാമാനി കൃതവാൻ സദാ. ബ്രാഹ്മണാൻ ഭോജയാമാസ പൗരജാനപദാനപി
അദദാത് ബ്രാഹ്മണാനാം ച രത്നൗഖമമിദം ബഹു തേഷാം ജന്മക്രിയാദീനി സർവകർമാണ്യകാരയത് തേഷാം കേതുരിവ ജ്യേഷ്ഠഃ രാമോ രതികരഃ പിതുഃ ബഭൂവ ഭൂയോ ഭൂതാനാം സ്വയംഭൂരിവ സമ്മതഃ സർവേ വേദവിദഃ ശൂരാः സർവേ ലോകഹിതേ രതാः സർവേ ജ്ഞാനോപപന്നാശ്ച സർവേ സമുദിതാ ഗുണൈഃ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.